ഗാനമേള രംഗത്തെ എക്കാലത്തെയും ആലാപന മാധുരിയുടെ ഉടമയാണ് കോട്ടയം ആലീസ്. കഴിഞ്ഞ അരനൂറ്റാണ്ടായി ആലാപന രംഗത്തെ നിറസാന്നിധ്യമാണ് ചലച്ചിത്ര പിന്നണി ഗായിക കൂടിയായ ആലീസ്. അമൃത ടിവിയുടെ പാടാം നേടാം പരിപാടിയിലൂടെയായിരുന്നു ആലീസിന്റെ രണ്ടാം വരവ്. ആലീസിന്റെ ലളിതാ സഹസ്രനാമ ആലാപനവും സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി ചിദഗ്നികുണ്ഡ സംഭൂത ദേവകാര്യ സമുദ്യത ഉദ്യദ്ഭാനു സഹസ്രാഭ ചതുർബാഹു സമന്വിത രാഗസ്വരൂപ പാഷാഢ്യ ഗോദാകാരാങ്കുശോജ്വല മനോരൂപേക്ഷു ഗോദണ്ഡ പഞ്ചതന്മാത്ര സായക. കേരള സംഗീത നാടക അക്കാദമിയുടെ മികച്ച ലളിതഗാന ആലാപനത്തിനുള്ള പുരസ്കാരമാണ് ഇത്തവണ കോട്ടയം ആലീസിനെ തേടിയെത്തിയത്. ഞങ്ങളുടെ പ്രതിനിധി സുധീഷ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കേരള സംഗീത നാടക അക്കാദമി ലളിത സംഗീത വിഭാഗത്തിൽ 2024 പുരസ്കാരത്തിന് അർഹമായിരിക്കുകയാണ് കോട്ടയം ആലീസ്. അമൃത ന്യൂസിനോട് കോട്ടയം ആലീസ് ഈ സന്തോഷം പങ്കുവയ്ക്കുകയാണ്. നമസ്കാരം മാഡം. ആദ്യം തന്നെ ഈ പുരസ്കാരം ലഭിച്ചതിനുള്ള അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഈ പുരസ്കാര നേട്ടത്തെക്കുറിച്ച് മാഡത്തിൻ്റെ അനുഭവങ്ങളിലൂടെ പറയുകയാണെങ്കിൽ അതെങ്ങനെയാണ്? ഞാൻ 51 വർഷമായി ഈ ഗാനമേള രംഗത്തും സംഗീത രംഗത്തൊക്കെ ഞാൻ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാളാണ്. ഞാൻ ഇടയ്ക്കൊരു ഗ്യാപ്പ് എടുത്തിരുന്നു കുറച്ച്. ആ സമയത്ത് എനിക്ക് അമൃത ടി വിയിൽ പാടാം നേടാം പണം നേടാം എന്ന് പറഞ്ഞൊരു റിയാലിറ്റി ഷോ ഞാൻ ചെയ്തിരുന്നു. അപ്പം അതിലെ ടൈറ്റിൽ വിന്നറായിരുന്നു. പക്ഷെ അതിനുശേഷം എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഇഷ്ടംപോലെ പ്രോഗ്രാം, പിന്നെ ഞാൻ അവിടെ ചെയ്ത ലളിതാ സഹസ്രനാമത്തെക്കുറിച്ച് ചെയ്ത ധ്യാന ശ്ലോകത്തിൻ്റെയൊക്കെ എപ്പിസോഡൊക്കെ കണ്ടതിന് ശേഷം ഒരുപാട് പ്രഭാഷണങ്ങൾ, അങ്ങനെ എൻ്റെ ഒരു കരിയറിനെ മാറ്റി മറിക്കുന്ന ഒരു പ്രോഗ്രാം തന്നെയായിരുന്നു അമൃതയുടെ പാടാം നേടാം പണം നേടാം. അപ്പോൾ അതെനിക്ക് ഒത്തിരി കടപ്പാടുണ്ട് അമൃത ടി വിയോട്. അതുപോലെ തന്നെ ഈ അവാർഡ് കിട്ടിയതിലും വളരെ സന്തോഷം. എന്നെ പരിഗണിച്ചതിൽ എൻ്റെ സമയം ഇപ്പോഴായിരിക്കും വന്നത്. വളരെയധികം സന്തോഷമുണ്ട്. കുട്ടിക്കാലം മുതലേ ഈ സംഗീതത്തോടുള്ള മാഡത്തിൻ്റെ ഒരു താല്പര്യം അത് എങ്ങനെയായിരുന്നു വളർന്ന് ഇത്രയും ഒരു പുരസ്കാര നിറവിലെത്തിയത്? വളരെ ചെറുതിലേ ഞാൻ പാടുമായിരുന്നു. അങ്ങനെ എല്ലാ സ്കൂളിലൊക്കെ എല്ലാ കോമ്പറ്റീഷനും പങ്കെടുക്കുമായിരുന്നു, പ്രൈസ് കിട്ടുമായിരുന്നു. അങ്ങനെ വളർന്നു വന്നിട്ട് ഞാൻ CMSൽ എൻ്റെ പ്രീ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഞാൻ തരംഗനിശ്ശേരി സ്കൂളിലും തിരുവനന്തപുരം സ്വാതിരുന്നാൾ സംഗീത കോളേജിലൊക്കെയാണ് പഠിച്ചത്. അപ്പോൾ അവിടെ വെച്ച് ഗാനപ്രവീണ കഴിഞ്ഞ ആളാണ് ഞാൻ. 94 ഞാൻ ഒത്തിരി നാടകങ്ങൾക്ക് വേണ്ടി പാടിയിട്ടുണ്ട്, പിന്നെ ഒരുപാട് ആൽബം ചെയ്തിട്ടുണ്ട്. അങ്ങനെ 94 എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയതാണ് പ്രൊഫഷണൽ നാടകത്തിൻ്റെ മത്സരത്തിൽ. അങ്ങനെ ഒരു അവാർഡ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ അല്ലാതെ കുറേയധികം അമച്വറായിട്ടുള്ള അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഈ പുരസ്കാരം ഇപ്പം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പുരസ്കാരം കിട്ടുന്നത്.